32 ഗുണം 10 ഭാഗം 10 മൈനസ് 2-ൽ നിന്ന് 20 കുറച്ചാൽ എത്ര? ഇവിടെ 32 ഗുണം 10 ഭാഗം 10 മൈനസ് 2 ഈ സംഖ്യയിൽ നിന്ന് 20 കുറച്ചാൽ എത്ര എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം 32 ഗുണം 10 കാണാം. 32 ഗുണം 10 എത്രയാണ്? 320. 320 ഭാഗം 10 മൈനസ് 2 എത്രയാണ്? 10 മൈനസ് 2 8. 320 ഭാഗം 8. ഈ വാല്യൂ കണ്ടിട്ട് അതിൽ നിന്ന് വേണം 20 കുറയ്ക്കാൻ. 32നെ 8 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 4 ആണ്. അപ്പോൾ 320നെ 8 കൊണ്ട് ഹരിച്ചാൽ 40. 40ൽ നിന്ന് 20 കുറയ്ക്കുക. 40ൽ നിന്ന് 20 കുറച്ചാൽ 20 നമുക്ക് ഉത്തരം കിട്ടും. ശരി ഉത്തരം ഓപ്ഷൻ സി 20. 6.4 സ്ക്വയർ മൈനസ് 3.6 സ്ക്വയർ ബൈ 2.8 എത്ര? ഇവിടെ 6.4 സ്ക്വയർ മൈനസ് 3.6 സ്ക്വയർ ആ വാല്യൂവിനെ 2.8 കൊണ്ട് ഹരിക്കണം. അപ്പോൾ ഇത് സ്ക്വയർ കണ്ട് ഹരിക്കുന്നതിലും എളുപ്പം, ഉത്തരം കാണുന്നതിലും എളുപ്പം നമുക്കൊരു സർവ്വസമവാക്യം ഐഡൻറ്റിറ്റി യൂസ് ചെയ്യുന്നതാണ്. അതായത് a+b ഇൻറ്റു a മൈനസ് ബി ഈക്വൽ ടു a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. അപ്പോൾ a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന രൂപത്തിലുള്ള എക്സ്പ്രഷനെ നമുക്ക് a+b ഇൻറ്റു a മൈനസ് ബി എന്ന രൂപത്തിൽ മാറ്റി എഴുതാം. ഇവിടെ a സ്ക്വയറിൻ്റെ സ്ഥാനത്ത് 6.4 സ്ക്വയറും ബി സ്ക്വയറിൻ്റെ സ്ഥാനത്ത് 3.6 സ്ക്വയറുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനെ നമുക്ക് a+b ഇൻറ്റു a മൈനസ് ബി എന്നുള്ള രൂപത്തിൽ എഴുതുമ്പോൾ ഇത് 6.4 പ്ലസ് 3.6 ഇൻറ്റു 6.4 മൈനസ് 3.6 എന്ന് വരും. ഡിവൈഡഡ് ബൈ 2.8. ഇനി 6.4ഉം 3.6ഉം കൂടെ കൂട്ടിയാൽ എത്ര വരും? 6 4 10 0. ശിഷ്ടം 1 വരും. 6 3 9 1 10. അപ്പോൾ അതിൻ്റെ വാല്യൂ 10 എന്ന് വരും. 10 ഇൻറ്റു 6.4ൽ നിന്ന് 3.6 കുറച്ചാലോ? 2.8 എന്ന് കിട്ടും. അപ്പോൾ 10 ഇൻറ്റു 2.8 ബൈ 2.8 എന്ന് വരും. 2.8ഉം 2.8ഉം ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഉത്തരം 10 എന്ന് കിട്ടും. ശരി ഉത്തരം ഓപ്ഷൻ ബി 10. 16.3 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു സമഭുജ ത്രികോണത്തിൻ്റെയും 12.3 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു സമചതുരത്തിൻ്റെയും ചുറ്റളവുകൾ തമ്മിലുള്ള വ്യത്യാസം എത്ര? ഇവിടെ ആദ്യം സമഭുജ ത്രികോണമാണ്. സമഭുജ ത്രികോണം എന്ന് പറഞ്ഞാൽ 3 വശങ്ങൾക്കും ഒരേ നീളമുള്ളത്. അപ്പോൾ അതിൻ്റെ ചുറ്റളവ് കാണാൻ ഒരു വശത്തിൻ്റെ നീളത്തിനെ 3 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ ത്രികോണത്തിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 16.3 ഗുണം 3 ആണ്. അതുപോലെ സമചതുരം അതിന് 4 വശങ്ങൾക്ക് ഒരേ നീളമാണ്. അപ്പോൾ ചുറ്റളവ് കാണാൻ ഒരു വശത്തിൻ്റെ നീളത്തിനെ 4 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 12.1 അതിനെ 4 കൊണ്ട് ഗുണിച്ചാൽ സമചതുരത്തിൻ്റെ ചുറ്റളവ് കിട്ടും. ഇനി നമുക്ക് ഈ രണ്ട് വാല്യൂസും കാണാം. 16.3 അതിനെ 3 കൊണ്ട് ഗുണിക്കുന്നു. 48.9 ത്രികോണത്തിൻ്റെ ചുറ്റളവ്. ഈ സമചതുരത്തിൻ്റെ ചുറ്റളവോ 12.1നെ 4 കൊണ്ട് ഗുണിക്കുന്നു. അത് 48.4 ആണ്. അപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസം കാണാൻ 48.9ൽ നിന്നും നമുക്ക് 48.4 കുറയ്ക്കാം. 9ൽ 4 കുറച്ച് 5 പോയിൻ്റ് കൊടുക്കുക. ഇവിടെ ഒരേ സംഖ്യയാണ് എന്നതുകൊണ്ട് 0 വരും. അപ്പോൾ 0.5 ആണ്. 0.5 സെൻറ്റിമീറ്ററാണ് വ്യത്യാസമായി വരുന്നത്. ശരി ഉത്തരം ഓപ്ഷൻ ബി 0.5 സെൻറ്റിമീറ്റർ. എൻ്റെ കയ്യിൽ 60 10 രൂപ നോട്ടുകളുണ്ട്. ആ നോട്ടുകളിലെ നമ്പർ ക്രമമായിട്ടാണ്. ആദ്യത്തെ നോട്ടിൻ്റെ നമ്പർ 7575 ആണെങ്കിൽ അവസാന നോട്ടിൻ്റെ നമ്പർ ഏതായിരിക്കും? ഇവിടെ 60 10 രൂപ നോട്ടുകളുണ്ട്. നോട്ടിലെ നമ്പർ ക്രമമായിട്ടാണ്. ആദ്യത്തെ നോട്ടിൻ്റെ നമ്പർ 7575 ആണ്. അപ്പോൾ അവസാന നോട്ടിൻ്റെ നമ്പർ കണ്ടുപിടിക്കണം. ഓർക്കുക, ആദ്യത്തെ നോട്ടിൻ്റെ നമ്പറാണ്, ഒന്നാമത്തെ നോട്ടിൻ്റെ നമ്പറാണ് 7575. ടോട്ടൽ 60 നോട്ടാണല്ലോ ഉള്ളത്. അപ്പോൾ ആദ്യത്തെ ഒരു നോട്ട് കഴിഞ്ഞാൽ ബാക്കി 59 നോട്ടുണ്ട്. അപ്പോൾ അവസാന നോട്ടിൻ്റെ നമ്പർ കണ്ടുപിടിക്കാനായിട്ട് ഈ 7575നോട് കൂടി 59 കൂട്ടിച്ചേർക്കുക. ഓർക്കുക, ഒന്നാമത്തെ നോട്ട് നമ്മളിവിടെ എടുത്തു കഴിഞ്ഞു. ബാക്കി 59 എണ്ണേ ഉള്ളൂ.
അപ്പോൾ 7575 കൂടി 59 കൂട്ടുക. 7634 കിട്ടും. അപ്പോൾ അവസാന നോട്ടിൻ്റെ നമ്പർ 7634. ശരി ഉത്തരം ഓപ്ഷൻ ഡി. വിട്ടുപോയ പദസംഖ്യ ഏത്? ഇവിടെ ഒരു സംഖ്യാശ്രേണി നൽകിയിട്ടുണ്ട്. ഇതിലെ ഒരു പദം വിട്ടുപോയിട്ടുണ്ട്. ആ പദം ഏതെന്ന് കണ്ടുപിടിക്കണം. 1, 5, 11, 19, 29-55. അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന പദങ്ങൾ തമ്മിലുള്ള ബന്ധം ഒന്ന് നോക്കുക. ആദ്യ പദമായ 1നോട് 4 കൂട്ടിയാൽ 5 കിട്ടും. 5നോട് 6 കൂട്ടിയാൽ 11 ആയി. 11ഉം 8ഉം ആണ് 19. 19ഉം 10ഉം 29. നോക്കുക, 4, 6, 8, 10 അങ്ങനെയാണ് കൂട്ടിയിരിക്കുന്ന സംഖ്യകൾ. 4, 6, 8, 10. അപ്പോൾ അടുത്ത് കൂട്ടേണ്ടത് 12 ആണ്. 29ഉം 12ഉം എത്രയാണ്? 41 ആണ്. അപ്പോൾ ഇവിടെ വരേണ്ട സംഖ്യ 41. 41നോട് കൂടി 14 കൂട്ടിയാൽ 55 കിട്ടുകയും ചെയ്യും. അപ്പോൾ വരേണ്ട സംഖ്യ 41 ആണ്. ശരി ഉത്തരം ഓപ്ഷൻ ഡി. 853 ഗുണം 1346 ഗുണം 452 ഗുണം 226 എന്ന ഗുണനഫലത്തിൽ ഒറ്റയുടെ സ്ഥാനത്തെ സംഖ്യ ഏത്? അപ്പോൾ ഈ ഗുണനഫലത്തിൽ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഏതെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഇതെല്ലാം കൂടെ ഗുണിച്ച് അതിൻ്റെ ഗുണനഫലം കണ്ടുപിടിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാത്തിലെയും ഒറ്റയുടെ സ്ഥാനത്തെ അക്കം മാത്രം എടുത്താൽ മതി. അതായത് 3, 6, 2, 6 ഇവ തമ്മിൽ ഗുണിച്ച് ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എടുത്താൽ മതി. അതായിരിക്കും ഈ മുഴുവൻ ഗുണനഫലത്തിലെയും ഒറ്റയുടെ സ്ഥാനത്തെ അക്കം. അപ്പോൾ നമുക്ക് എടുക്കാം. 3 ഗുണം 6 നോക്കുക. 3 ഗുണം 6 എത്രയാണ്? 18. 18ൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 8. അനിയിപ്പോൾ 18നെ 2 കൊണ്ട് ഗുണിക്കേണ്ട കാര്യമില്ല. ഈ 8നെ ഗുണിച്ചാൽ മതി. 8 ഗുണം 2, 8 2 16. അപ്പോൾ അവിടുത്തെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 6. ഇനി 6നെ 6 കൊണ്ട് ഗുണിക്കുന്നു. 6 ഗുണം 6 36. 36ലെ ഒറ്റയുടെ സ്ഥാനത്തേക്കം 6. അപ്പോൾ ഫൈനലായിട്ട് ഗുണനഫലത്തിലെ ഒറ്റയുടെ സ്ഥാനത്തേക്കം 6 ആയിരിക്കും. ശരി ഉത്തരം ഓപ്ഷൻ ഡി 6. 3 വയസ്സിൻ്റെ വ്യത്യാസത്തിൽ ജനിച്ച 5 കുട്ടികളുടെ വയസ്സുകളുടെ തുക 50 ആണെങ്കിൽ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയുടെ വയസ്സ് എത്രയായിരിക്കും? നമുക്കിവിടെ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയുടെ വയസ്സാണ് കണ്ടത്. അത് നമുക്ക് എക്സ് എന്നെടുക്കാം. അങ്ങനെയെങ്കിൽ ഈ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയേക്കാൾ തൊട്ട് മൂത്ത കുട്ടിയുടെ വയസ്സ് എത്രയായിരിക്കും? അടുത്തടുത്ത 2 കുട്ടികൾ തമ്മിൽ 3 വയസ്സിൻ്റെ വ്യത്യാസമാണുള്ളത്. അപ്പോൾ തൊട്ട് മൂത്തയാളുടെ പ്രായം എക്സിനോട് 3 കൂട്ടിയതാണ്. എക്സ് പ്ലസ് 3 ആയിരിക്കും. ഇനി അതിനേക്കാൾ തൊട്ട് മൂത്തയാളുടെ പ്രായം എന്ന് പറയുന്നത് ഇതിനോട് 3 കൂട്ടിയതാണ്. അതായത് എക്സ് പ്ലസ് 6 എന്ന് വരും. ഇനി അടുത്തയാളുടെ പ്രായമോ ഇതിനോട് 3 കൂട്ടിയതായിരിക്കും. എക്സ് പ്ലസ് 9. ഇനി ഏറ്റവും മൂത്തയാളുടെ പ്രായമോ ഇതിനോട് 3 കൂട്ടിയത്. അതായത് എക്സ് പ്ലസ് 12. അപ്പോൾ ഏറ്റവും ഇളയ ആളുടെ പ്രായം എക്സ് എന്നെടുത്താൽ അതിന് തൊട്ട് മുകളിൽ വരുന്ന ആളുടെ പ്രായം എക്സ് പ്ലസ് 3, അടുത്തയാൾ എക്സ് പ്ലസ് 6, അടുത്തയാളുടെ പ്രായം എക്സ് പ്ലസ് 9, അങ്ങനെ ഏറ്റവും മൂത്തയാളുടെ പ്രായം എക്സ് പ്ലസ് 12 എന്ന് വരും. അപ്പോൾ ഇവർ തമ്മിൽ കൃത്യം 3 വയസ്സിൻ്റെ വ്യത്യാസമാണ് ഉണ്ടാവുക, ഈ അടുത്തടുത്ത ആളുകൾ തമ്മിൽ. ഇനി ഇവരുടെ എല്ലാം വയസ്സുകളുടെ തുക 50 ആണെന്ന് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയെടുത്താൽ 50 കിട്ടണം. 50 എന്ന് എടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടുക. എത്ര എക്സ് ഉണ്ട്? 1, 2, 3, 4, 5. 5x പ്ലസ് ഇനി 3ഉം 6, 9, 9, 9, 18, 18ഉം 12, 18ഉം 10, 28ഉം 2, 30. 5x പ്ലസ് 30 = 50 എന്ന് വരും. അഥവാ 5x = 50ൽ നിന്ന് 30 കുറയ്ക്കുക. 50 മൈനസ് 30 അതായത് 20. അപ്പോൾ 5x 20 ആണെങ്കിൽ എക്സ് എങ്ങനെ കാണും? 20/5 = 4. അതായത് ഏറ്റവും ഇളയാളുടെ പ്രായമാണ് നമ്മൾ എക്സ് എന്നെടുത്തത്. 4 വയസ്സാണ്. ശരി ഉത്തരം ഓപ്ഷൻ എ 4. തന്നിരിക്കുന്ന ജോഡികളിൽ ഒരു ജോഡി മാത്രം മറ്റ് 3 ജോഡികളിൽ നിന്ന് വ്യത്യസ്തമാണ്. ആ ജോഡി ഏത്? അപ്പോൾ ഇവിടെ 4 ജോഡികൾ നൽകിയിട്ടുണ്ട്. ഇതിൽ ഒരു ജോഡി മാത്രം മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമാണെന്നാണ് നൽകിയിരിക്കുന്നത്. നോക്കുക. 17 71, 23 32, 19 90, 46 64. നോക്കുക, ഇവിടെ 17ലെ അക്കങ്ങൾ തിരിച്ചെഴുതിയതാണ് 71, 23ലെ അക്കങ്ങൾ തിരിച്ചെഴുതിയതാണ് 32, 46ലെ അക്കങ്ങൾ പരസ്പരം മാറ്റി എഴുതിയതാണ് 64, 19ലെ അക്കങ്ങൾ പരസ്പരം മാറ്റിയാൽ 91 ആയിരുന്നു വരേണ്ടിയിരുന്നത്. ഇവിടെ 90 ആണ്. അതുകൊണ്ട് വ്യത്യസ്തമായത് ഓപ്ഷൻ സി 19 90 ആണ്. മോഹൻ്റെ ഒരു മാസത്തെ വരുമാനം 50,000 രൂപയാണ്. വരുമാനത്തിൻ്റെ 15% മക്കളുടെ പഠനത്തിനും
28% വീട് ചെലവിനും 10% വാടകയ്ക്കും ഉപയോഗിക്കുന്നു എങ്കിൽ മാസാവസാനം മോഹൻ്റെ സമ്പാദ്യം എത്ര? ഇവിടെ മോഹൻ വരുമാനത്തിൻ്റെ 15% മക്കളുടെ പഠനത്തിന് ഉപയോഗിക്കുന്നുണ്ട്, പ്ലസ് 28% വീട്ടു ചെലവിനും 10% വാടകയ്ക്കും. അപ്പോൾ ആകെ മൊത്തം എത്ര ചിലവാക്കുന്നു? എത്ര ശതമാനം ചിലവാക്കുന്നു? 15 + 28 + 10 ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 53. അപ്പോൾ ആകെ ശമ്പളത്തിൻ്റെ 53% ചിലവാക്കുന്നുണ്ട്. ബാക്കിയുള്ളതാണ് സേവ് ചെയ്യുന്നത്. അപ്പോൾ ആകെ വരുമാനത്തിൻ്റെ എത്ര ശതമാനമാണ് സേവ് ചെയ്യുന്നത്? അതറിയുന്നതിനായിട്ട് 100-ൽ നിന്നും 53 കുറയ്ക്കുക. മൊത്തം വരുമാനത്തിനെ നമ്മൾ 100% കരുതുന്നു. അതിൽ 53% ചിലവാക്കുന്നു. ബാക്കി കണ്ടെത്താനായിട്ട് 100-ൽ നിന്ന് 53 കുറയ്ക്കുക, 47 കിട്ടും. അപ്പോൾ 47% സേവ് ചെയ്യുന്നത്, സമ്പാദ്യമാണ്. അപ്പോൾ ആകെ വരുമാനത്തിൻ്റെ 47% എത്രയെന്ന് കണ്ടുപിടിച്ചാൽ മതി. 50,000 ഗുണം 100-ൽ 47 കാണുക. 2 പൂജ്യങ്ങൾ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 500 ഗുണം 47 എന്ന് കിട്ടും. 47നെ 5 കൊണ്ട് ഗുണിച്ച് 2 പൂജ്യം ചേർത്താൽ മതി. 47 ഗുണം 5 കാണുക. 235. അപ്പോൾ 235-ഉം 2 പൂജ്യവും, അതായത് 23,500 രൂപയാണ് സമ്പാദ്യം. ശരിയുത്തരം ഓപ്ഷൻ ഡി, 23,500. 5 - 4-1 അധികം 2-ഉം 2-ൽ-1 അധികം 2-ഉം 4-ൽ-1 എത്ര? അപ്പോൾ 5-ൽ നിന്നും ഈ 4-1 അധികം 2-ഉം 2-ൽ-1 അധികം 2-ഉം 4-ൽ-1 ഇവയുടെ തുകയാണ് കുറയ്ക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ തുക മനക്കണക്കായിട്ട് കാണുന്നതായിരിക്കും എളുപ്പം. നോക്കുക, ഇത് 2.25, 2-ഉം 4-ൽ-1 എന്ന് പറഞ്ഞാൽ 2.25, ഇത് 1/4, 2.25-ഉം 4 കൂടെ കൂട്ടിയാൽ 2.5, 2.5-യും 2.5-യും 5 എന്ന് വരും. അതായത് ഇവയുടെ ടോട്ടൽ സം എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ 5 - 5 എന്ന് വരും. 5 - 5 എത്രയാണ്? 0. ശരിയുത്തരം ഓപ്ഷൻ സി, 0 ആണ്. സമചതുരാകൃതിയായ ഒരു തുണിയുടെ നീളം 1 മീറ്ററാണ്. ആ തുണിക്ക് 100 രൂപ വിലയുണ്ട് എങ്കിൽ ആ തുണിയുടെ പകുതി നീളവും വീതിയുമുള്ള സമചതുരാകൃതിയായ പുതിയ തുണിയുടെ വില എത്രയാകും? ഇവിടെ സമചതുരാകൃതിയായ ഒരു തുണിയുടെ നീളം 1 മീറ്ററാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സമചതുരാകൃതി എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് നീളവും വീതിയും തുല്യമാണ്. അപ്പോൾ ആ തുണിയുടെ വിസ്തീർണം എത്രയാണ്? നീളം ഗുണം വീതിയാണ്, അതായത് 1 × 1. 1 മീറ്റർ സ്ക്വയറാണ് ആ തുണിയുടെ വിസ്തീർണം. അപ്പോൾ 1 മീറ്റർ സ്ക്വയറിൻ്റെ വിലയാണ് 100 രൂപ. 1 മീറ്റർ സ്ക്വയർ തുണിക്ക് 100 രൂപ. അങ്ങനെയെങ്കിൽ ആ തുണിയുടെ പകുതി നീളവും വീതിയുമുള്ള സമചതുരാകൃതിയായ തുണിയുടെ വില എത്രയാകുമെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പകുതി നീളവും വീതിയുമുള്ള തുണിയുടെ വിസ്തീർണം കാണുക, എന്നിട്ട് ആ വിസ്തീർണത്തിനനുസരിച്ച് വേണം അതിൻ്റെ വില നിശ്ചയിക്കാൻ. അപ്പോൾ ആദ്യത്തെ തുണിയുടെ നീളം 1 മീറ്ററാണ്. അപ്പോൾ അതിൻ്റെ പകുതി നീളം എന്ന് പറയുമ്പോൾ 1/2 മീറ്റർ. 1/2 മീറ്റർ നീളവും വീതിയും പകുതിയാണ്, അതും 1/2 മീറ്റർ വരും. സമചതുരാകൃതിയാണ്, അതുകൊണ്ട് നീളവും വീതിയും തുല്യമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ വിസ്തീർണം എത്ര വരും? 1/2 × 2 4. 4-1 മീറ്റർ സ്ക്വയറാണ്. 1 മീറ്റർ സ്ക്വയറിന് 100 രൂപയാണ്. അപ്പോൾ 4-1 മീറ്റർ സ്ക്വയറിന് എത്ര രൂപ വരും? അത് കണ്ടുപിടിക്കാൻ 100നെ 4-1 കൊണ്ട് ഗുണിച്ചാൽ മതി. 100, അതായത് 100/4 എന്ന് വരും. 100നെ 4 കൊണ്ട് ഹരിച്ചാൽ 25. അപ്പോൾ 25 രൂപയായിരിക്കും പുതിയ തുണിയുടെ വില. ശരിയുത്തരം ഓപ്ഷൻ എ, 25 രൂപ. ഏത് 2 ചിഹ്നങ്ങൾ പരസ്പരം മാറ്റിയാലാണ് 5 + 3 × 8 - 12 / 4 = 3 എന്ന സമവാക്യം ശരിയാകുക? അപ്പോൾ ഈ സമവാക്യം ശരിയാകാൻ ഇതിലെ ഏത് 2 സിമ്പിൾസ് പരസ്പരം മാറ്റണം എന്നാണ് ചോദ്യം. അപ്പോൾ ചെയ്യേണ്ടത് ഇതേ ഉള്ളൂ. ഇതിനകത്തെ മൈനസും ഭാഗവും ഹരണ സിമ്പലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കണം. നോക്കുക, 5 + 3 × 8 മൈനസിൻ്റെ സ്ഥാനത്ത് ഈ ഹരണത്തിൻ്റെ സിമ്പൽ കൊടുക്കുക. ഭാഗം 12 മൈനസ് ഭാഗത്തിൻ്റെ സ്ഥാനത്ത് 4 കൊടുക്കുക. -4. ഇത് ചെയ്ത് നോക്കാം. നോക്കുക, ഇവിടെ ഗുണനവും ഹരണവും നമ്മൾ ആദ്യം ചെയ്യണം. അപ്പോൾ 5 + 3 × 8 24. 24നെ 12 കൊണ്ട് ഹരിച്ചാൽ 3 × 8 24. 24നെ 12 കൊണ്ട് ഹരിച്ചാൽ 2 എന്ന് വരും. അപ്പോൾ 5 + 2 - 4 എന്ന് വരും. 5ൻ്റെ കൂടെ 2 കൂട്ടിയാൽ 7. 7ൽ നിന്ന് 4 കുറച്ചാൽ 3. അപ്പോൾ ഉത്തരം 3 കിട്ടും. അപ്പോൾ ശരിയുത്തരം ഓപ്ഷൻ ബി, മൈനസും ഈ ഭാഗവും ഹരണത്തിൻ്റെ സിമ്പലും പരസ്പരം മാറ്റിക്കൊടുക്കുക. ഓപ്ഷൻ ബി. 2 സംഖ്യകളുടെ ലസാഗു 60, ഉസാഖ 3. ആ 2 സംഖ്യകളിൽ ഒരു സംഖ്യ 12 ആണെങ്കിൽ രണ്ടാമത്തെ സംഖ്യ ഏത്? നമുക്ക് രണ്ടാമത്തെ സംഖ്യ എക്സ് എന്നെടുക്കുക.
അങ്ങനെയാണെങ്കിൽ എക്സും ഒരു സംഖ്യ 12 ഉണ്ടല്ലോ, എക്സും 12ഉം തമ്മിലുള്ള ഗുണനഫലവും ഇവയുടെ ലസാഗുവും ഉസാഖയും തമ്മിലുള്ള ഗുണനഫലവും തുല്യമായിരിക്കും. അതായത് ലസാഗു 60, ഉസാഖ 3. എക്സ് ഗുണം 12 സമം 60 ഗുണം 3 ആയിരിക്കും. ഓർക്കുക, സംഖ്യകളുടെ ഗുണനഫലവും അവയുടെ ലസാഗുവിൻ്റെ ഉസാഖയുടെയും ഗുണനഫലവും തുല്യമായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് കാണാം. എക്സ് കണ്ടുപിടിക്കാൻ 12 കൊണ്ട് ഈ 60 ഗുണം 3 ഹരിച്ചാൽ മതി. 60 12 കൊണ്ട് ഹരിക്കാം. അപ്പോൾ 5 എന്ന് കിട്ടും. 5 ഗുണം 3 15. അപ്പോൾ രണ്ടാമത്തെ സംഖ്യ 15. ശരിയുത്തരം ഓപ്ഷൻ ഡി. റൂട്ട് ഓഫ് 15 സ്ക്വയർ അധികം 12 സ്ക്വയർ മൈനസ് 2 ഗുണം 15 ഗുണം 12 എത്ര? നമുക്കിവിടെ റൂട്ട് ഓഫ് 15 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ മൈനസ് 2 ഗുണം 15 ഗുണം 12 കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിനകത്ത് തന്നിരിക്കുന്ന കാര്യങ്ങൾ ഓർക്കുക. ഇത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab എന്നുള്ള രൂപത്തിലാണ്. എയുടെ സ്ഥാനത്ത് 15ഉം ബിയുടെ സ്ഥാനത്ത് 12ഉം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab എന്നുള്ള രൂപത്തിലാണ് ഈ അകത്ത് തന്നിരിക്കുന്നത്. ഇനി എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab എന്നുള്ളത് എ മൈനസ് ബി ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷനാണ്. അപ്പോൾ നമുക്ക് ഈ റൂട്ട് ഓഫ് 15 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ മൈനസ് 2 ഗുണം 15 ഗുണം 12 എന്നുള്ളതിനെ എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്നുള്ള രൂപത്തിൽ എഴുതാം. അതായത് റൂട്ട് ഓഫ്, ഇവിടെ എയുടെ സ്ഥാനത്ത് 15ഉം ബിയുടെ സ്ഥാനത്ത് 12ഉമാണ്. അപ്പോൾ എ മൈനസ് ബി എന്ന് പറയുമ്പോൾ 15 മൈനസ് 12. അപ്പോൾ 15 മൈനസ് 12 ഹോൾ സ്ക്വയർ എന്ന് വരും. 15 മൈനസ് 12 എത്രയാണ്? 3. അതായത് റൂട്ട് ഓഫ് 3 സ്ക്വയർ വരും. അതായത് റൂട്ട് ഓഫ് 9. 9ൻ്റെ സ്ക്വയർ റൂട്ട് വീണ്ടും 3 തന്നെ. അപ്പോൾ ഉത്തരം 3 എന്ന് കിട്ടും. ശരി ഉത്തരം ഓപ്ഷൻ എ 3. ഒരു മിശ്രിതത്തിൽ 4 ഭാഗം വെള്ളവും 5 ഭാഗം പാലുമാണ്. ഇതിൽ വെള്ളത്തിൻ്റെ അളവ് 80 മില്ലി ലിറ്റർ ആയാൽ പാലിൻ്റെ അളവ് എത്ര? അപ്പോൾ ഇവിടെ മിൽക്കും വാട്ടറും തമ്മിലുള്ള അംശബന്ധം നമുക്ക് നോക്കാം. വെള്ളം 4 ഭാഗമാണ്. അപ്പോൾ വെള്ളവും പാലും തമ്മിലുള്ള അംശബന്ധം 4:5 ആണ്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് 4x മില്ലി ലിറ്ററിനും പാലിൻ്റെ അളവ് 5x മില്ലി ലിറ്ററിനും എടുക്കുക. വെള്ളവും പാലും തമ്മിലുള്ള അംശബന്ധം 4:5 ആയതുകൊണ്ട് വെള്ളത്തിൻ്റെ അളവ് 4x മില്ലി ലിറ്ററും പാലിൻ്റെ അളവ് 5x മില്ലി ലിറ്ററും. ഇനി വെള്ളത്തിൻ്റെ അളവ് നമുക്ക് നൽകിയിട്ടുണ്ട് 80 മില്ലി ലിറ്റർ. അപ്പോൾ 4x = 80 എന്ന് എടുക്കുക. എക്സ് എത്ര വരും? 80/4, അതായത് 20 എന്ന് വരും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 20. ഇവിടെ പാലിൻ്റെ അളവ് കണ്ടുപിടിക്കാൻ ഈ 5xൽ എക്സിന് പകരം 20 കൊടുത്താൽ മതി. അതായത് 5 × 20 100 മില്ലി ലിറ്റർ. അപ്പോൾ പാലിൻ്റെ അളവ് 100 മില്ലി ലിറ്റർ. ശരി ഉത്തരം ഓപ്ഷൻ എ. ഒരു പ്രത്യേക ഭാഷയിൽ ഫയൽ എന്നത് UROV എന്നെഴുതിയിരിക്കുന്നു എങ്കിൽ ആ ഭാഷയിൽ സോർ എന്നത് എങ്ങനെ എഴുതാം? അപ്പോൾ ഇവിടെ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ക്രമം മാറ്റി എഴുതുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അക്ഷരമാല എന്ന് എഴുതുന്നത് നമുക്ക് സൗകര്യപ്രദമായിരിക്കും. നമുക്ക് അക്ഷരമാല എഴുതാം. ഇനി ഇവിടെ ഫയൽ എങ്ങനെ ഫയൽ അതിന് കോഡായിട്ട് UROV എങ്ങനെ വന്നു എന്ന് നോക്കാം. നോക്കുക, എഫ് 6ാമത്തെ അക്ഷരമാണ്. എഫ് തുടക്കത്തിൽ നിന്ന് 6ാമത്തെ അക്ഷരമാണ് എഫ്. അതേസമയം അവസാന പൊസിഷനിൽ നിന്ന് അവസാനത്തെ അക്ഷരമായ ഇസഡ് മുതൽ 6ാമത്തെ അക്ഷരമാണ് യു. അങ്ങനെയാണ് എഫിൽ നിന്ന് യുവിൽ വന്നത്. ഇനി ഐ നോക്കുക. ഇവിടെ എഫ് 6, 7, 8 9ാമത്തെ അക്ഷരമാണ് ഐ. അതായത് എ മുതൽ 9ാമത്തെ അക്ഷരമാണ് ഐ. അപ്പോൾ ഇസഡ് മുതൽ പുറകോട്ട് 9ാമത്തെ അക്ഷരം എടുക്കുന്നു. 6ാമത്തെ അക്ഷരം യു. 7, 8, 9 6ൽ വന്നു. ഐക്ക് കോഡ് അങ്ങനെയാണ് 6 വന്നത്. ഇനി എല്ല് നോക്കുക. 9, 10, 11 12ാമത്തെ അക്ഷരമാണ് എല്ല്. അപ്പോൾ ഇസഡ് മുതലുള്ള 12ാമത്തെ അക്ഷരമാണ് എല്ലിൻ്റെ കോഡായിട്ട് കൊടുത്തത്. അപ്പോൾ 6, 7, 8, 9, 10, 11, 12 ഓ കിട്ടി. ഇ എന്ന് പറയുന്നത് എ തുടങ്ങി 5ാമത്തെ അക്ഷരമാണ്.
അപ്പോൾ ഇസഡ് മുതലുള്ള അഞ്ചാമത്തെ അക്ഷരം വി, ഇക്ക് കോഡ് വി വന്നു. അപ്പോൾ ഈ രീതിയിലാണെങ്കിൽ നമുക്ക് സോറിൻ്റെ കോഡ് എങ്ങനെ എഴുതും? അപ്പോൾ എസ് എ മുതലുള്ള എത്രാമത്തെ അക്ഷരമാണെന്ന് നമുക്ക് നോക്കാം. 4, 8, 12, 16, 3, 19ാമത്തെ അക്ഷരമാണ് എസ്. അപ്പോൾ ഇസഡ് മുതലുള്ള 19ാമത്തെ അക്ഷരം പുറകോട്ട് എണ്ണിയാൽ മതി. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19. എച്ച് ആണ് വരുന്നത്, എച്ച്. അപ്പോൾ എച്ചിൽ തുടങ്ങുന്നതായിരിക്കണം സോറിൻ്റെ കോഡ്. എച്ചിൽ തുടങ്ങുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, HLFI. അതുകൊണ്ട് ശരി ഉത്തരം ഓപ്ഷൻ ബി, HLFI തന്നെയായിരിക്കും. ഒരു കുടുംബത്തിൽ അജയനും അയാളുടെ ഭാര്യയും 4 ആൺമക്കളും അവരുടെ ഭാര്യമാരും ഉണ്ട്. ഓരോ ആൺമക്കൾക്കും 3 വീതം ആൺകുട്ടികളും 2 വീതം പെൺകുട്ടികളുമുണ്ട്. എങ്കിൽ ആ കുടുംബത്തിൽ എത്ര ആണുങ്ങളുണ്ട്? അപ്പോൾ കുടുംബത്തിലെ ആണുങ്ങളുടെ എണ്ണം നമുക്ക് എടുക്കണം. ഏറ്റവും മുതിർന്നയാൾ അജയനുണ്ട്, അയാൾക്ക് 4 ആൺമക്കളുണ്ട്. ഇനി ഓരോ ആൺമക്കൾക്കും 3 വീതം ആൺകുട്ടികളുണ്ട്. അപ്പോൾ 4 × 3 12. 4 ആൺമക്കൾക്കുമായിട്ട് ഒരാൾക്ക് 3 വീതം, 4 × 3 12 ആൺകുട്ടികളുണ്ട്. അപ്പോൾ ഇത്രയുമാണ് അവിടെയുള്ള ആണുങ്ങളുടെ എണ്ണം. അജയൻ്റെ 4 ആൺമക്കൾ, പിന്നെ ഓരോ മക്കൾക്കും 3 വീതം, ടോട്ടൽ 12 ആൺകുട്ടികളും. അപ്പോൾ 4 × 1 5, 12 × 5 17 ആണുങ്ങളുണ്ട് അവിടെ. ശരി ഉത്തരം ഓപ്ഷൻ സി, 17. ഒരു ക്രിക്കറ്റ് കളിയിൽ ആദ്യത്തെ 10 ഓവറിലെ റൺ നിരക്ക് 3.2 ആണ്. ബാക്കിയുള്ള 40 ഓവറിൽ ഏത് റൺ നിരക്കിൽ റണ്ണെടുത്താലാണ് എതിർ ടീമിനെതിരെ 282 റൺസ് നേടാൻ സാധിക്കുക? അപ്പോൾ ആദ്യത്തെ 10 ഓവറിലെ റൺ നിരക്ക് 3.2 ആണ്. അപ്പോൾ 10 ഓവറിലായിട്ട് ആകെ നേടിയ റൺ എത്രയാണ്? അത് കിട്ടാൻ 3.2നെ 10 കൊണ്ട് ഗുണിക്കുക. അതായത് 32 റൺസാണ് ആകെ മേടിച്ചിരിക്കുന്നത് 10 ഓവറിൽ നിന്ന്. ഇനി ടോട്ടൽ 282 റൺസ് വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി എത്ര റൺസ് കൂടെ എടുക്കണം? ബാക്കി 40 ഓവറിലായിട്ട് എത്ര റൺസ് എടുക്കണം എന്ന് കണ്ടുപിടിക്കാം. അതിനായിട്ട് 282 നിന്നും ഇപ്പോഴെടുത്ത 32 കുറയ്ക്കുക. അപ്പോൾ 250 എന്ന് കിട്ടും. അതായത് ഇനിയുള്ള 40 ഓവറിൽ 250 റൺസ് സ്കോർ ചെയ്യണം. അപ്പോൾ ഒരു ഓവറിൽ എത്ര റൺസ് വെച്ചെടുക്കണം? അതാണ് റൺ നിരക്ക്. അപ്പോൾ 250നെ 40 കൊണ്ട് ഹരിച്ചാൽ മതി. 0 0 ക്യാൻസൽ ചെയ്യാം. 25നെ 4 കൊണ്ട് ഹരിക്കുക. 25നെ 4 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 25ൽ 6 തവണ 6 4 24, ശിഷ്ടം 1 വരും. അപ്പോൾ ഡെസിമൽ പോയിൻ്റ് കൊടുക്കുക. 10, 10ൽ 4 2 തവണ, 2 4 8, കുറയ്ക്കുന്നു 2 കിട്ടുന്നു, 0 ചേർക്കും. 20ൽ 5 തവണ, 5 4 20. അപ്പോൾ 6.25. അപ്പോൾ ഇനിയുള്ള ഓവറുകളിൽ 6.25 എന്ന നിരക്കിൽ റണ്ണെടുത്താലേ ടോട്ടൽ 282 റൺസ് നേടാൻ സാധിക്കുള്ളൂ. ശരി ഉത്തരം ഓപ്ഷൻ എ, 6.25. ജോസഫ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് 30 km/മണിക്കൂർ വേഗതയിലും തിരിച്ച് 120 km/മണിക്കൂർ വേഗതയിലും സഞ്ചരിച്ചു. ഈ 2 ദൂരങ്ങളും കൂടി സഞ്ചരിക്കാൻ 5 മണിക്കൂർ എടുത്തുവെങ്കിൽ ഒരു വശത്തേക്ക് ജോസഫ് സഞ്ചരിച്ച ദൂരം എത്ര? ഇവിടെ ഒരു വശത്തേക്ക് ജോസഫ് സഞ്ചരിച്ച ദൂരമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ദൂരം നമുക്ക് d കിലോമീറ്റർ എന്ന് എടുക്കാം. d കിലോമീറ്റർ, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ജോസഫ് ആദ്യ യാത്ര 30 km വേഗത്തിലാണ്. അപ്പോൾ ആദ്യ യാത്രയ്ക്ക് എടുത്ത സമയം എങ്ങനെ കണ്ടുപിടിക്കും? സമയം കിട്ടാൻ ദൂരത്തിനെ വേഗത കൊണ്ട് ഹരിക്കണം. സമയം സമം ദൂരം ബൈ വേഗതയാണ്. അപ്പോൾ ആദ്യ യാത്രയ്ക്ക് വേണ്ടി വന്ന സമയം കാണാനായിട്ട് ദൂരം നമ്മൾ d എന്നാണ് എടുത്ത് ആ ഡിയെ വേഗതയായ 30 കൊണ്ട് ഹരിക്കുക. ഇതാണ് ആദ്യ യാത്രയുടെ സമയം. രണ്ടാം യാത്രയ്ക്ക്, മടക്കയാത്രയ്ക്ക് വേണ്ട സമയം കാണാനോ? അവിടെയും ദൂരം d തന്നെയാണ് മടക്കയാത്രയിലും ഉള്ളത്. വേഗത എന്ന് പറയുന്നത് 120 ആണ്. അപ്പോൾ d/120 ആണ് മടക്കയാത്രയ്ക്ക് വേണ്ട സമയം. അപ്പോൾ ഈ 2 സമയങ്ങളുടെയും കൂടെ തുകയാണ് നമുക്ക് 5 മണിക്കൂർ എന്ന് കിട്ടിയത്. ഇനി 2 ഭിന്നസംഖ്യകൾ കൂട്ടണമെങ്കിൽ അവയുടെ ഛേദം തുല്യമാക്കണം. ഇവിടെ 30ഉം 120ഉമാണ്. ഈ 30നെ 4 കൊണ്ട് ഗുണിച്ചാൽ 120 കിട്ടും. ഇവിടെ അംശത്തിലും ഛേദത്തിലും 4 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 4d/120 + d/120 = 5 എന്നാവും.
ഛേദം സെയിം ആണ്, അതുകൊണ്ട് അംശങ്ങൾ കൂട്ടാം. 4D-യും ഡിയും കൂടെ കൂട്ടിയാൽ 5D, അതായത് 5D/120 = 5 എന്നാവും. അപ്പോൾ ഡി കിട്ടാൻ എന്ത് ചെയ്യണം? ഈ 120-നെയും 5-നെയും വലതുവശത്തേക്ക് കൊണ്ടുപോവുക. അപ്പോൾ 5 × 120 ഇവിടെ വരുമ്പോൾ ന്യൂമറേറ്റർ വരും 120, 5 ഡിനോമിനേറ്ററിലും /5 എന്ന് വരും. 5ഉം 5ഉം ക്യാൻസൽ ചെയ്യാം. അതായത് ഡി എന്ന് പറയുന്നത് 120 കിലോമീറ്റർ ആണ്. 120 കിലോമീറ്റർ. അപ്പോൾ ദൂരം 120 കിലോമീറ്റർ ആണ്, ഒരു വശത്തേക്ക് സഞ്ചരിച്ച ദൂരം. ശരി ഉത്തരം ഓപ്ഷൻ ബി. 2850 രൂപയ്ക്ക് ഒരു സൈക്കിൾ വിറ്റപ്പോൾ 14% ലാഭം കിട്ടി. ലാഭശതമാനം 8% മാത്രമേ വേണ്ടുവെങ്കിൽ എത്ര രൂപയ്ക്ക് സൈക്കിൾ വിൽക്കണം? ഇവിടെ ഒരു സൈക്കിൾ 2850 രൂപയ്ക്ക് വിറ്റപ്പോൾ 14% ലാഭം കിട്ടി. അതായത് ഈ കച്ചവടക്കാരന് സൈക്കിൾ വാങ്ങിയ വിലയേക്കാൾ 14% കൂടുതൽ കിട്ടി ഈ 2850 രൂപയ്ക്ക് വിറ്റപ്പോൾ. അപ്പോൾ ഇയാൾ സൈക്കിൾ വാങ്ങിയ വില എക്സ് രൂപയാണെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ആ എക്സിനേക്കാൾ 14% കൂടുതലാണ് 2850. അതായത് എക്സിൻ്റെ 114%മാണ് 2850. എക്സ് ഗുണം 100ൽ 114 ആണ് 2850. അപ്പോൾ ഇവിടുന്ന് നമുക്ക് എക്സ് കണ്ടുപിടിക്കാമല്ലോ. എക്സ് എങ്ങനെ കണ്ടുപിടിക്കും? എക്സ് സമം 2850 ഗുണം ഈ 100ൽ 114നെ വലതുവശത്തേക്ക് കൊണ്ടുപോവുക. അപ്പോൾ 114ൽ 100 എന്ന് വരും. 114ൽ 100. 2850നെ 114 കൊണ്ട് ഹരിക്കാം. 114 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 25 കിട്ടുക. 2850നെ 114 കൊണ്ട് ഹരിച്ചാൽ 25 കിട്ടും. അപ്പോൾ 25 ഗുണം 100, അതായത് 2500 രൂപയ്ക്കാണ് ഈ സാധനം വാങ്ങിയത്. ഇനി 8% ലാഭം കിട്ടണമെന്ന് കരുതുക. അപ്പോൾ 2500ൻ്റെ 8% കൂടെ ഇതിൻ്റെ കൂടെ കൂട്ടണം. 2500ൻ്റെ 8% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂജ്യങ്ങൾ ക്യാൻസൽ ചെയ്യാം. 25 ഗുണം 8 200 രൂപ. അപ്പോൾ 200 രൂപ ലാഭം കിട്ടണം. ഇതിൻ്റെ കൂടെ 200 കൂടെ കൂട്ടുക, 2700. 2700 രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ 8% ലാഭം കിട്ടും. ശരി ഉത്തരം ഓപ്ഷൻ ബി 2700.